പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. ജീസസ് ലൈറ്റ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലുള്ളതായ ദൈവവചന ഘോഷണം ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ ജേക്കബ് കാനാച്ചർ അവറുകളാണ്. കേരളത്തിൻ്റെ വിവിധ ബൈബിൾ കോളേജുകളിൽ അങ്ങോളം ഇങ്ങോളം വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് വെളിപ്പാടിനെ കുറിച്ചുമൊക്കെ ആഴമായി ദൈവജനത്തിന് അറിവ് പകർന്നു കൊടുക്കുന്നതായ അനുഗ്രഹീതനായ ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം വചന ശുശ്രൂഷയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത്. പാസ്റ്റർ ജേക്കബ് കാനാച്ചർ അവറുകളെ ഹൃദയപൂർവ്വം ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദീന്ദ്ര ഹൃദയത്തോട് സ്തോത്രം ചെയ്തു കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സമയം ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ നല്ല പുസ്തകങ്ങൾക്കായി സ്തോത്രം ചെയ്തു. ജീസസ് ലൈറ്റ് മിനിസ്ട്രി എന്ന ചാനലിൽ കൂടെ ദൈവത്തിനെ വരെ സൂചിപ്പാനായിട്ട് എന്നെ ക്ഷണിച്ച കർത്താവിന് പ്രസിദ്ധനായ ദൈവദാസൻ പാസ്റ്റർ ഡാനിയേൽ അവர்களுക്കും തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ടീമംഗങ്ങൾക്കും നാമത്തിൽ വന്ദനം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ വളരെ പ്രാർത്ഥനയോടായിരിക്കാനായി കർത്താവ് സഹായിക്കട്ടെ. ഏതാനും നിമിഷങ്ങൾ ചില കാര്യങ്ങൾ വചനത്തിൽ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായി താല്പര്യം. ലോകം മുഴുവനുമായി ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാൽ അനേക സുവിശേഷ പ്രവർത്തകർ അനേക ചാനലുകളിൽ കൂടെ ദൈവത്തിനൊന്ന് സംസാരിക്കുന്നത് ഈ മാധ്യമം സുവിശേഷ ലോകമെമ്പാടും എത്തിക്കാനുള്ള ഒരവസരം കൂടിയാണ്. ഇങ്ങനൊരു അവസരം വാസ്തവത്തിൽ ഒരുക്കിയത് കോവിഡ് കാലഘട്ടത്തിന് ശേഷം. സുവിശേഷത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 63 ആയിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്നു. AD 63 ശേഷമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുവിശേഷത്തിൻ്റെ ധ്വനികൾ മുഴങ്ങിയത് കുഞ്ഞുങ്ങളും യൗവനക്കാരും സഹോദരന്മാരും എല്ലാവരും തന്നെ മാധ്യമങ്ങൾ കൂടിയാണ് സുവിശേഷം അറിയിക്കുവാനിടയായത്. സഭായങ്ങളില്ല, ആരാധനകളില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം, വീട് വിട്ട് പുറത്തുവാൻ പാടില്ല, മൂടുപടം ധരിച്ചിരിക്കണം. കോവിഡിൻ്റെ എല്ലാ നിയമങ്ങളും അവർ പാലിച്ചുകൊണ്ട് തന്നെ അവർ സുവിശേഷം അറിയിക്കുവാൻ തൽപരരായൊരു കാരണം ഈ മാധ്യമങ്ങൾ കൂടിയാണ്. ഫേസ്ബുക്കിൽ കൂടി, അതുപോലെ യൂട്യൂബിൽ കൂടി, ഇൻസ്റ്റാഗ്രാമിൽ കൂടി എല്ലാം ദൈവത്തിന് വചനം അറിയിക്കുവാൻ ഒരുക്കപ്പെട്ടു. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇന്ന് അതിനുശേഷമായ ആരാധനകൾ ആരംഭിച്ചു, യോഗങ്ങൾ ആരംഭിച്ചു. മനുഷ്യൻ പരസ്യമായി ഇറങ്ങി നടക്കുന്ന സംവിധാനങ്ങളായി പഴയതെല്ലാം മറന്നു. എന്നാലും സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. മുറ്റത്ത് കൺവെൻഷൻ, അതുപോലെ തന്നെ പരസ്യയോഗങ്ങൾ, മറ്റ് മീറ്റിങ്ങുകളെല്ലാം തന്നെ ഇതിൻ്റെ പിൻപിലാണ് അത്ര ശക്തമായി വന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. എനിക്കും ഇങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു വേദഭാഗം ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് വേഗം എൻ്റെ വാക്കുകൾക്ക് വിരാമിടുവാനായി താല്പര്യപ്പെടുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ. അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നവൻ കണ്ടു. അതിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകിൽ ശീമോനുള്ള മുന്നിൽ അവൻ കയറി കരയിൽ അല്പം നീക്കണം എന്ന് അവരോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ നിന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനായി വല ഇറക്കുവിനെന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും എൻ്റെ വാക്ക് നിങ്ങൾ വലയിറക്കാം എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ താൻ മലമുകളിലും കടൽക്കരയിലും പട്ടണങ്ങളിലും പള്ളികളിലും അതുപോലെ തന്നെ സിനഗോഗുകളുടെ പലയിടങ്ങളിലും കുടിലുകളിലും കൊട്ടാരങ്ങൾക്കുമായിട്ട്
താൻ ദൈവരായത്തെക്കുറിച്ച് പ്രസംഗിച്ച് വരവേ താൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ഒരുവനായിരുന്നു പത്രോസ് അഥവാ ശീമോൻ എന്ന് മനസ്സിലാക്കാം. ശീമോൻ യേശുവിലേക്ക് വരുന്ന ഒരാദ്യ ഭാഗമാണ് വേദഭാഗം. ഗനസരേത്ത് തടാകത്തിൽ ഗലീലയിലാണ്. തടാകത്തിന് കരയിൽ യേശു നിൽക്കുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നത് വായിക്കും. ധാരാളം ആളുകൾ കൂടി വന്നു. രോഗസൗഖ്യത്തിനായി, അപ്പത്തിനായി, ദൈവവചനം കേൾക്കേണ്ടതിനായി, വലിയ വിടുതലിനായി, നൂതനമായ ഉപദേശം കേൾക്കേണ്ടതിന്, ഇവൻ എന്ത് ഉപദേശം പറയുന്നു എന്ന് അവനെ പരീക്ഷിക്കേണ്ടതിന് പരീക്ഷന്മാരും ശാസ്ത്രിമാരും പുരോഹിത വൃന്ദങ്ങളും അവനെ വലയം ചെയ്ത് കാണുവാൻ കഴിയുന്നു. അവിടെ തിക്കും തിരക്കും സഹിക്കാൻ കഴിയാതെ കർത്താവ് മെല്ലവേ 2 പടകരയിൽ കിടക്കുന്നു. അതിലൊന്നിലേക്ക് കയറി. അത് ശീമോനുള്ള പടകായിരുന്നു. മീൻപിടുത്തം കഴിഞ്ഞിട്ട് നേരെ പടക കൊണ്ടുവന്നിട്ട് കരയിലേക്ക് തള്ളി നിൽക്കുക. പകുതി വെള്ളത്തിലും പകുതി കരയിലുമായി നിൽക്കുകയാണ് ഈ പടക. അതിലൊന്നിൽ കയറി. പടക കഴുകിയിട്ടില്ല, വൃത്തിയാക്കിയിട്ടില്ല, ഒന്നുമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പത്രോസിൻ്റെ നാറിയ പടകിൽ യേശു കയറി. യേശു കയറിയ പടക് അല്പം നീക്കണം എന്ന് സംസാരിച്ചു. അവൻ കടലിലേക്ക് അല്പം നീക്കി അല്പം ആഴത്തേക്ക് കൊണ്ട് പുരുഷാരത്തെ പടകിൽ സംസാരിക്കുന്നതിന് കാണുവാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു പ്രത്യേക പ്രവൃത്തി നടക്കുന്നു. ഒന്ന്, പടകിൽ നിന്ന് മീൻപിടുത്തക്കാരിറങ്ങി വല കഴുകുകയായിരുന്നു. സാധാരണ കടലിൽ നിന്ന് വലിയ വലയാണല്ലോ, പെട്ടെന്ന് അത് കഴുകി നന്നാക്കാനായിട്ട് പറ്റുകയില്ല. എങ്കിലും വലയൊന്ന് കഴുകി ഉണക്കി മടക്കി വെച്ചിട്ട് അവരുടെ മാളത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് അവർ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ പണികൾ, പ്രവൃത്തികൾ പ്രതീക്ഷിച്ചു. യേശു ശ്രദ്ധിച്ച, നിങ്ങൾ വീണ്ടും ആഴത്തിലേക്ക് ഈ വല വീശുവീൻ എന്ന് പറഞ്ഞു. മീൻപിടുത്തനായി വല വീശു. ഈ അവസരത്തിലാണ് പത്രോസ് എന്നൊരു പദമുണ്ട്. നാഥ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കും. ഞാനിത് പകൽക്കാരനോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് ശീമോന്റെ 4 നഷ്ടങ്ങളെക്കുറിച്ചാണ്. ശീമോൻ നഷ്ടത്തിലും ഘട്ടത്തിലും വലയുമ്പോൾ കർത്താവ് അവനെ കഷ്ടം മാറ്റി, നഷ്ടം മാറ്റി മറ്റൊരു രീതിയിലേക്ക് അവനെ കൊണ്ടുവരുന്നതായിട്ട് ഈ ഗ്രന്ഥമായി പഠിപ്പിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ്. അരമണിക്കൂറുകൾ സംസാരിച്ചെങ്കിൽ മാത്രമേ മാർഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എങ്കിലും ശീമോന്റെ പദം ഇങ്ങനെയാണ്: നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും അധ്വാനിച്ചു. 12 മണിക്കൂർ അവർക്ക് നഷ്ടമായി. 12 മണിക്കൂർ അവർ അധ്വാനിച്ചു. കടലിന്റെ ആഴത്തിൽ, ഉപ്പുവെള്ളത്തിൽ, തിരകലാൽ അടിച്ച് ഉയരുന്ന അവസരങ്ങളിലും തണുത്ത് വിറച്ച അവസരങ്ങളിലും അവര് സമയം നഷ്ടപ്പെടുത്തി. കാരണം വലിയൊരു നഷ്ടമാണ്. ജീവിതത്തിൻ്റെ സമയങ്ങൾ, നല്ല നല്ല സമയങ്ങൾ, അവസരങ്ങൾ നഷ്ടപ്പെടുത്തി. വേദന സഹജമായ അനുഭവങ്ങളിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം, പ്രിയ സ്നേഹിത, നിന്നോട് സംസാരിപ്പാൻ ഒരു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂതുണ്ട്. നിന്റെ സമയം നഷ്ടം അറിയാവുന്നൊരു കർത്താവുണ്ട്. അതാ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. വലിയ നിരാശയാണത്. ഒന്ന്, അവൻ്റെ 12 മണിക്കൂർ സമയം നഷ്ടപ്പെട്ടു. കഴിഞ്ഞ കാലങ്ങളിൽ പുറകോട്ട് നോക്കിയാൽ കർത്താവിനെ കാണാൻ കഴിയുന്നില്ല. ജീവിതത്തിലെ എന്തൊക്കെ സമയങ്ങൾ, എന്തൊക്കെ അവസരങ്ങൾ, നല്ലതായി ജീവിക്കുവാൻ, നല്ല നിലയിലേക്ക് മടങ്ങി വരുവാൻ, വിദ്യാഭ്യാസം, ജോലി, ഇതൊക്കെയും പലപ്പോഴും നഷ്ടമായിട്ട് നിരാശയോടെ നിൽക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം: എൻ്റെ നഷ്ടത്തെ നികത്തുവാൻ ഒരു കർത്താവ് നിന്റെ അടുക്കലുണ്ട്. പത്രോസ് പറയുന്നു, അഥവാ ശീമോൻ പറയുന്നു, 12 മണിക്കൂർ എനിക്ക് നഷ്ടമായി. 2, ഒരു രാത്രി മുഴുവൻ കടൽ അധ്വാനിച്ചാൽ രാവിലെ ആകുമ്പോൾ ശരീരത്തിന് ആരോഗ്യ നഷ്ടമാണ്. രണ്ടാമത്തെ നഷ്ടം ആരോഗ്യ നഷ്ടം. ആരോഗ്യം ക്ഷയിക്കുന്നു, യൗവനം മാറി, ആരോഗ്യം ക്ഷയിക്കുന്നു. ഒന്നും നേടുവാനായി കഴിഞ്ഞില്ല, എനിക്ക് ആരോഗ്യമില്ല,
ജോലിയെടുക്കുവാൻ ആരോഗ്യമില്ല, ജീവിതത്തിൽ അകപ്പെടാൻ നിരാശയാണ്. ആരോഗ്യമില്ലാത്ത ഒരാളെ സമൂഹത്തിന് ആവശ്യമില്ല, കുടുംബത്തിന് ആവശ്യമില്ല. അവർ രോഗിയായി മാറും. അപ്പോൾ കുടുംബത്തിന് അതൊരു ഭാരമാകും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നീ ആയിരുന്ന നിലകളിൽ നിന്ന് ആരോഗ്യമില്ലാതെ മറ്റുള്ളവർക്കൊരു ഭാരമായി, സ്നേഹിതന്മാർക്കൊരു ഭാരമായി, കുടുംബത്തിനൊരു ഭാരമായി, വേദനയോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ശീമോന്റെ അനുഭവമാണ് നിനക്കുള്ളത്. എൻ്റെ സമയം നഷ്ടമായി. 1 സമയനഷ്ടം, 2 ആരോഗ്യനഷ്ടം. ദൈവത്തിന് വചനം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ആരോഗ്യം വരുത്തി സൗഖ്യമാക്കുന്ന ഹോവയത്രേ. ഹോവയുടെ അടുക്കലേക്ക് കടന്നു ചെന്നാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കിയതല്ല, നിനക്ക് ആരോഗ്യം വരുത്തും. രോഗമാണെങ്കിൽ ചികിത്സിക്കാം, വിദഗ്ധമായ ഡോക്ടർമാരെ കാണാം, നല്ല ആശുപത്രിയിൽ കടന്നു പോകാം, നല്ല ചികിത്സ ലഭിക്കും. പക്ഷെ എത്ര ചികിത്സ ലഭിച്ചാലും ആരോഗ്യം പണം കൊടുത്ത് വാങ്ങാൻ പറ്റുകയില്ല. സമയം പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത പലതി ഭൂമിയിലുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമയം. നിന്റെ സമയം നഷ്ടമായാൽ നിനക്ക് ഒരിക്കലും മടങ്ങി വരാൻ കഴിയില്ല. സമയം നഷ്ടമായി, ആരോഗ്യം നഷ്ടമായി, ജീവിതത്തിൽ നിരാശയോടുകൂടി എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ എൻ്റെ അടുക്കലിരിക്കുന്നത് ജീവന്റെ ദാതാവും നിനക്ക് ആരോഗ്യം തരാമെന്ന് വാക്ക് പറഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവ് പറയുന്നു, നിന്റെ പ്രയാസങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുപോകാം, ഞാനതിനെ തീർത്തു. നിങ്ങൾക്ക് പ്രയാസമായ കാര്യത്തിന് എൻ്റെ അടുക്കൽ കൊണ്ടുപോകാം. ആവർത്തനം 17 പറയുന്നു, എൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാം, ഞാനതിനെ തീർത്തു തരാം. എല്ലാവരും നമുക്ക് പ്രയാസമായിരിക്കില്ല, എല്ലാ കാര്യങ്ങളും കഴിവുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മാൽ സാധ്യമല്ലാത്ത, നമ്മൾ കഴിയാത്ത ചില വിഷയങ്ങൾ വരുമ്പോൾ നിരാശപ്പെടും, ഭാരപ്പെടും, തകർന്നു പോകും, മാനസികമായി തകരും, എല്ലാം തന്നെ ഭാരമായവർ. ഈ അവസരങ്ങളിലാണ് ഈ വാക്യം ഓർമ്മയിരിക്കട്ടെ, നിങ്ങൾക്കധികം പ്രയാസമുള്ളതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരും, ഞാനതിനെ തീർത്തരും. 2ാമത്തെ നഷ്ടം അവൻ്റെ ജീവിതത്തിൽ സമയനഷ്ടമാണ്. ആമേൻ. 2 ആരോഗ്യ നഷ്ടമാണ്. ആരോഗ്യം ക്ഷയിച്ചു പോയി, എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുന്നില്ല. പണ്ട് വലിയ ഓട്ടക്കാരായിരുന്ന വലപുള്ളികളും ഇന്ന് ഓടാൻ കഴിയുന്ന ഒരു ചെടു പോലും വെക്കണമെങ്കിൽ ഒരു വഴിയുടെ സഹായം. എന്താ? ആരോഗ്യമില്ല. രോഗം കാർന്നു തിന്നു, രോഗം തകർത്ത് കളഞ്ഞു. ഈ ഒരിക്കലും മടങ്ങി വരാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ച് നിരാശയോടെ ഭാരപ്പെടുന്ന ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക, മടങ്ങുക. 3ാമത്തെ കാര്യം നമ്മളിവിടെ പഠിക്കുന്നത് ധനനഷ്ടം. ഈ മീൻ പിടിച്ച് മീൻ കമ്പോളത്തിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തതിൻ്റെ പണം കൊണ്ട് പോകണം അവൻ അഷ്ടിക്ക വക തേടാൻ. അവന് തന്നെയുമല്ല, അവനോടൊപ്പം ആയിരിക്കുന്ന സ്ത്രീകൾക്കും എല്ലാവരും നിരാശയില്ല, ഒന്നും കിട്ടിയില്ല, പണനഷ്ടം. കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടത്തെക്കാൾ വലുത് നഷ്ടമാണ് പണനഷ്ടം എന്ന് പറഞ്ഞു. കയ്യിലൊന്നുമില്ല, ഒന്നുമില്ല. ഒരു കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ കയ്യിലൊന്നുമില്ല, പണമില്ല, നഷ്ടമാണ്. ആരും സഹായിപ്പാനില്ല, ആരും കാണാനില്ല, ആരും സഹകരിക്കാനില്ല. നീ നിരാശനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മടങ്ങിപ്പോകും. നിനക്ക് പണമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിന്റെ പ്രിയപ്പെട്ടവരെല്ലാം അകന്നു മാറും. നിന്റെ കയ്യിൽ പണമുണ്ടോ? നിശ്ചയമായും സ്നേഹിതരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കടന്നു വരാം. കയ്യിൽ പണം നഷ്ടപ്പെടുമ്പോൾ നമുക്കൊന്നും തന്നെ ലയിപ്പാൻ കഴിയില്ല. നമുക്കറിയാം, ലൂക്കോസ് 15-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ അപ്പൻ്റെ ഒരു ഇളയ മകനെ നമുക്ക് കാണാം. അവൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് പണമെല്ലാം സ്വരൂപിച്ച് തനിക്ക് ലഭിക്കാനുള്ള സമ്പാദ്യം തരണം എന്ന് പറഞ്ഞിട്ട് അപ്പൻ ഇതെല്ലാം വാങ്ങിച്ച് സ്വരൂപിച്ച് അന്യനാട്ടിലേക്ക് അവർ യാത്ര ചെയ്തു. പോകയിൽ സ്നേഹിതന്മാരും ഉണ്ടായി, പലരും ഉണ്ടായി. കാലങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ പണമെല്ലാം നഷ്ടമായി കഴിഞ്ഞപ്പോൾ ഉപജീവന മാർഗം കണ്ടെത്തുവാൻ കഴിയാതെ പാടും. അവനവിടെ എന്താ ചെയ്യുന്നറിയാമോ? ദേശത്തെ ധനവാനായ ഒരുവനെ ആശ്രയിച്ചു. യഹൂദിന് നിഷേധ്യമായ പന്നിയെ മേയിക്കുവാൻ ഒരു ജോലി അവന് ലഭിച്ചു. യഹൂദിന് നിഷേധ്യമായി, പ്രമാണത്തിന് നിഷേധ്യമായത് ചെയ്യേണ്ടി വരുന്നത് ഒന്നുമില്ലാതെ നിസ്സഹായ അവസ്ഥയിലാണ്. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ധനനഷ്ടം ഒന്നുമില്ല എന്നതിൽ നിരാശയോടെ ആയിരിക്കുന്നത് നിന്റെ നഷ്ടം നിരത്തുവാൻ കർത്താവ് ശക്തനാണ്. മാനവും ധനവും
പുരാതന സമ്പത്തും കർത്താവിൻ്റെ പക്കൽ. നാലാമത്തെ നഷ്ടം, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, മാനനഷ്ടം. അവൻ്റെ ചതുർവിധമായ നഷ്ടത്തിൻ്റെ നാലാമത്തെ നഷ്ടം മാനനഷ്ടം. ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം എന്താണ്? മാനനഷ്ടം. മാനനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പലരും ആത്മഹത്യയിലേക്ക് വഴിയൊരുങ്ങാറുണ്ട്. മാനനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അനേകർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ പിൻപൊരു രഹസ്യം കൊണ്ടാണ് മാനത്തിന് വില പറയുക, മാനനഷ്ടം ഉണ്ടാകുക. ഒരു കാലത്ത് അന്തസ്സായി, ഒരു കാലത്ത് മാന്യമായി ദേശത്തെ തലയോർത്ത് ജീവിച്ച പലരും നിരാശരായി. പണമില്ല, സാമ്പത്തികമില്ല, സമ്പാദിക്കാൻ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് നിരാശയായി വരുമ്പോൾ അവർ ചെയ്ത ഒരു കാര്യമാണ് ആത്മഹത്യക്കായ. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പത്രോസിനെ പോലെ 4 വിധമായ നഷ്ടങ്ങളുടെ കൂമ്പാരമായിട്ടാണ് ഈ ദൈവസന്നിധി നിൽക്കുന്നെങ്കിൽ, ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ, ഈ ശബ്ദം എന്നെ കേൾക്കുന്നെങ്കിൽ, ലോകത്തിൻ്റെ പലയിടങ്ങളിലും എന്നെ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ പിന്നെ നഷ്ടം നികത്തുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവനാണ് നസറേയനായ യേശു ക്രിസ്തു. അവൻ നിന്റെ അടുക്കലുണ്ട്. അവനാണ് നിന്നോട് പറഞ്ഞത്, ആമേൻ, നിന്നെ നഷ്ടം നികത്തുവാൻ, നിന്റെ സമയം നഷ്ടം നികത്തുവാൻ, നിന്റെ മാനനഷ്ടം നികത്തുവാൻ, നിന്റെ ആരോഗ്യ നഷ്ടം മാറ്റുവാൻ, നിന്റെ ധനനഷ്ടം മാറ്റുവാൻ അവനാണ് പറഞ്ഞത്. നീ വീണ്ടും ആഴത്തിലേക്ക് നീക്കി വരികയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവൃത്തി പലപ്പോഴും നിരാശയോടും വേദനയോടും കൂടി ആയിരുന്നുവെങ്കിൽ തന്നെ വീണ്ടും അതേ പ്രവൃത്തിക്കായി നിന്നെ തന്നെ ഒരുക്കുവാൻ പരിശുദ്ധ പുതുമുതൽക്കാലം ആലോചന പറയുക. പത്രോസ് വീണ്ടും വലയിറക്കി, നിന്റെ വാക്ക് ഞങ്ങൾ വലയിറക്കാം. ഗലീലക്കടലിലെ തടാകത്തിലെ ആഴവും പരപ്പും നല്ലവണ്ണം മനസ്സിലാക്കിയ പത്രോസ്, എങ്കിലും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്ക് ഞങ്ങൾ വലയിറക്കാം. നോക്കണം, നിരാശയായി മാറി, കഷ്ടങ്ങളായി മാറി, ക്ലേശമായി മാറിക്കഴിഞ്ഞിട്ട് ആകപ്പാടെ നിരാശയാണെങ്കിൽ, കർത്താവ് നീ ഒരു വാക്ക് പറഞ്ഞല്ലോ, നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുക, നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുക, ആകയാൽ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാൻ തയ്യാറാണ്. കണ്ടോ, നിരാശയായിരിക്കാം, ഭാരങ്ങളായിരിക്കാം, പ്രയാസമായിരിക്കാം. ഒരു പ്രാവശ്യവും നീ അധ്വാനിച്ച് നോക്കുക. നേരത്തെ വീശിയ ഇടങ്ങളിൽ, നേരത്തെ വല ഇറക്കിയ ഇടങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ അധ്വാനിക്കുവാനുള്ള കഴിവ്, സന്മനസ്, ആ ത്യാഗം നിനക്കുണ്ടായെങ്കിൽ വീണ്ടും നീ വലയിറക്കാൻ തയ്യാറായാൽ വലയെ നിറയ്ക്കുവാൻ നിറവിൻ്റെ നിറകുടമായ കർത്താവ് നിന്റെ അടുക്കലുണ്ട്. അവൻ വല വീശിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? വലയിൽ പെരുത്ത മീൻകൂട്ടം കയറി. വല കടലിൽ കയറ്റുവാൻ കഴിയാതെ അടുത്ത പടകുകാരെ കൂടെ മാടി വിളിച്ചിട്ട് എല്ലാവരുമായി 2 പടകം നിറച്ചു. പത്രോസിന്റെ ജീവിതത്തിൽ ഇതുവരെയും ഇതുപോലെ ചാകര അവൻ കണ്ടിട്ടില്ല. 2 പടകം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളാണ് സാധാരണ എന്താ ചെയ്യുക? ഞാനാണ് ഈ സാധാരണ ചെയ്യാറുള്ളത്. കർത്താവേ നന്ദി, വലിയ ഉപകാരം, കഷ്ടത്തിൽ പ്രയാസമൊക്കെ കൂടെ ഇരുന്നല്ലോ, അതുകൊണ്ടാണ് ഇനി ആവശ്യം വരുമ്പോൾ ഞങ്ങൾ വിളിക്കാം. നോക്കുക, ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടാവും, അപ്പോൾ ഞങ്ങൾ വിളിക്കാന്ന് പറഞ്ഞ് പുറകോട്ട് മാറി ആ മീൻ കൊണ്ട് കമ്പോളത്തിൽ കച്ചവടം ചെയ്ത് അന്നത്തെ വഴി കണ്ടെത്തുവാനായി ശ്രമിക്കും. പത്രോസ് എന്താണ് ചെയ്തത്? 2 പടകം നിറഞ്ഞു നിൽക്കുന്ന കണ്ട് നിറകണ്ണുകളോടെ യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് പറയുന്നു, കർത്താവേ, ഞാൻ പാപിയായിരുന്ന മനുഷ്യൻ, നീ എന്നെ വിട്ടു പോകുകയാണ്. കർത്താവിനോട്, പത്രോസേ, ഞാൻ നിന്നെ വിട്ടു പോകാനല്ല, നിന്റെ നഷ്ടങ്ങൾ നികത്തി, നിന്റെ കഷ്ടങ്ങൾ മാറ്റി, നിനക്ക് ആരോഗ്യം തന്ന, നിനക്ക് ബലം തന്ന, നിനക്ക് ധനം തന്ന, ആമേൻ, നിന്നെ ഞാൻ രൂപാന്തരപ്പെടുത്തിയെടുത്തത് നിന്നെ വിട്ടുപോകാനല്ല, പിന്നെയോ നിനക്ക് ഞാനൊരു പുതിയ ജോലി തരിക, ഞാൻ നിന്നെ മനുഷ്യമീനുക്കളെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞിട്ട് പത്രോസ് പടക് 2 വിട്ട് വലയും വിട്ട് യേശുവിനെ അനുഗമിക്കുന്നത് കാണുവാൻ കഴിയും. ഇന്ന് ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും നിറഞ്ഞ അനുഭവങ്ങളിൽ നിന്നെ വിട്ടുമാറാത്തൊരു കർത്താവുണ്ട്, നിന്നെ തള്ളിക്കളയാത്തൊരു കർത്താവുണ്ട്. നിന്നെ വാക്ക് പറഞ്ഞവൻ മാറാത്തവനായതുകൊണ്ട് അവൻ പറയുന്നു, നീ വല വീശ. കർത്താവിൻ്റെ വാക്കിൽ വലയിറക്കാമോ? നിന്റെ ജീവിതം നിരാശ മാറും, നിന്റെ കുടുംബത്തെ നിരാശ മാറും, നിന്റെ തലമുറയുടെ വിഷമങ്ങൾ മാറും, നിന്റെ വേദനകൾ മാറും, നിന്റെ രോഗം മാറും, നിന്റെ ദുഃഖം മാറും. ആകയാൽ
കർത്താവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് വലിയ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. യേശുവിലേക്ക് മടങ്ങുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പലരും നീ ആശ്രയിച്ച് കാണും, പലരും നിന്റെ ആശ്രയമായി കണ്ടുവന്ന് വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിനെ ആശ്രയിച്ചുകൊണ്ട് ശ്വാസത്താൽ മുൻപോട്ട് കടന്നു യേശുവിനെ ഏറ്റെടുക്കുവാൻ, യേശുവിനെ സ്വീകരിപ്പാൻ, അവന്റെ വാക്കിൽ വലയിറക്കുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്ന് നഷ്ടം നികത്തുവാൻ കർത്താവ് ശക്തനാണ്. ആകയാൽ നഷ്ടങ്ങൾ നിലർത്തി അനുഗ്രഹിക്കപ്പെടുന്ന നിലവാരത്തിൽ പത്രോസിനെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മെ മാറ്റിയെടുക്കുവാൻ ശക്തനാണ്. അതുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിൽ കേൾപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന സമയത്ത് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ വാക്കിൽ വിരമിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ക്രിസ്തുവിൽ വന്നു.